മുതലമട പഞ്ചായത്തിലെ അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട ഹരിതഭൂമി ഫെബ്രുവരി 25-ന് തിരുവനന്തപുരം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഖനനം പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് മുതലമടയിൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് ഹരിതഭൂമി പ്രസിഡന്റ് പിരിയാരി സെയ്ദ് മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശമാണ്, നല്ല മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാരണവശാലും അവിടെ ഒരു മൈനിങ് പാടില്ല, ഖനന പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളത് പ്രത്യേകം എല്ലാവർക്കും അറിയുന്നതാണ്. 5 സ്റ്റാർ കോഴി, അതുപോലെ തന്നെ തോംസൺ, മറ്റ് അവിടെ യവൺ, ഇതിനൊക്കെ എതിരെ പരിസ്ഥിതി ലോല പ്രദേശമായ ആ 30-ൽ പരം കോറികൾക്കും എതിരെ 15 വർഷം മുമ്പ് പ്രമുഖ സാമൂഹിക പ്രവർത്തകർ പ്രകടനവും പൊതുയോഗമൊക്കെ നടത്തിയതാണ്. അതിന് ഈ കോറി മാഫിയാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് മുതലമടയിലുള്ള കോറി മാഫിയാക്കളിൽ നിന്ന് പണം പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർ വടിവാൾ വീശിയും വാളെടുത്ത് വെട്ടുകയും കിലോമീറ്റർ ദൂരം മുതലമട പഞ്ചായത്തിൽ നിന്ന് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ വരെ വടിവാൾ വീശി ഒരുത്തൻ്റെ കൈയും കാലും ഒക്കെ തകരാറാക്കിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അതിന് വേണമെങ്കിൽ അതിൻ്റെ രേഖകളും ഞാൻ തരാം. എനിക്ക് വധഭീഷണി ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ രക്തസാക്ഷിയാകാനും ശരി, ചാകാനും ശരി, ടിപ്പർ കയറി എന്നെ കൊല്ലുകയാണെങ്കിൽ ശരി, ഞാനിത് പൂർണ്ണമായിട്ട് നിർത്താതെ ജീവനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരാണും ഞാൻ പിന്നോട്ട് പോകില്ല. 30-ൽ പരം അനധികൃത കോറികൾ പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഓഫീസിലേക്ക് ഹരിതഭൂമി പരിസ്ഥിതി സാമൂഹിക സമിതിയുടെ നേതൃത്വത്തിൽ വരുന്ന 25/2/2025 മൈനിങ് ജിയോളജി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയുമാണ് നടത്തുന്നത്. ജിയോളജി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് മുതലമടയിൽ 30-ലധികം കോറികൾ പ്രവർത്തിക്കുന്നത്. അനധികൃത കോറികൾ പ്രവർത്തിക്കാനായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതഭൂമിയുടെ നിരന്തര പോരാട്ടത്തെ തുടർന്ന് 21 കോറികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും 1,13,05,860 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ ഭീമമായ പിഴയിൽ നിന്നും കോറി ഉടമകളെ ഒഴിവാക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ കോറികളും തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. കോറികൾക്കെതിരെ സമരം നടത്തിയതിന് വധഭീഷണി നിരന്തരമുണ്ടായിട്ടുണ്ട്. മുഴുവൻ കോറികളും അടച്ചുപൂട്ടണമെന്നും പരിസ്ഥിതി ലോല പ്രദേശമായ മുതലമടയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നതെന്നും സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. VS രാധാകൃഷ്ണൻ, പത്മമോഹൻ തെക്കേമഠം, TP കനകദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.